തിരുവനന്തപുരം മലയൻകീഴ് ബി.ജെ.പി. വാർഡ് മെമ്പറുടെ വീട്ടിൽ ആക്രമണം. മലയൻകീഴ് അണപ്പാട് വാർഡ് മെമ്പർ ചന്ദ്രലേഖയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 3-അംഗ സംഘമാണ് ഇന്ന് ഉച്ചയോടെ അതിക്രമം നടത്തിയത്. അക്രമികൾ ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വച്ച് ഭീഷണിപ്പെടുത്തി. എം.എസ്. വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പട്ടാൽ പകൽ പോലും വീട്ടിൽ പോലും സുരക്ഷയില്ലാത്ത നാടായി ഇന്ന് കേരളം മാറുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് പുറത്തുവരുന്നത്. മലയൻകീഴിലാണിന്ന് വാർഡ് മെമ്പർ കൂടിയായ ബി.ജെ.പി. വാർഡ് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. ആക്രമണത്തിനിരയായ വാർഡ് മെമ്പർ ചന്ദ്രലേഖയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ആക്രമണം, ആ ആക്രമണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ചന്ദ്രലേഖയോട് തന്നെ ചോദിച്ചറിയാം. എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്? ഇന്ന് ഉച്ചയ്ക്ക് 1:30 2 മണിയോടുകൂടിയാണ് ഇന്ന് ഈ സംഭവം നടന്നത്. ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2-3 ബൈക്ക് വരുന്ന സൗണ്ട് കേട്ടു. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വണ്ടി വരുന്ന സമയത്ത് ഗേറ്റ് തുറന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ആരാന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ 3 പേരുണ്ടായിരുന്നു. 2 പേര്, ഒരാൾ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു, 2 പേര് ഉള്ളിലേക്ക് വന്നു മുറ്റത്ത് നിൽക്കുകയായിരുന്നു. മുറ്റത്ത് നിന്നിട്ട് എൻ്റെ മോനെയാണ് അവർ ചോദിച്ചത്. വൈഷ്ണവ് എന്നാണ് എൻ്റെ മോൻ്റെ പേര്. വൈഷ്ണവ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വൈഷ്ണവ് ഇവിടെ ഇല്ല. ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങൾക്ക് അവനെ കാണണം, അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും സംസാരിക്കാം, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അത് നിങ്ങളോടല്ല, അവനെ നേരിട്ട് കാണണം, കണ്ടു തന്നെ തീരണം എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറ്റില്ല, എവിടെയുണ്ടെന്നിട്ട് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഈ വന്ന ആളിനെ എനിക്ക് നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വലിയ കാപ്പ കേസ് പ്രതിയിൽ ഉൾപ്പെടെ 20ഓളം കേസിൽ പ്രതിയായ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയാണ് ഇവിടെ വന്നത്. അതെനിക്ക് നേരത്തെ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതനുസരിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു മോൻ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, എവിടെയാണ്, അത് രാത്രി വന്നാലും ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കടുപ്പിച്ചാണ് സംസാരിച്ചത് ആ സമയത്ത്. കാരണം ഞാനൊരു ഗുണ്ടയെ ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ രാത്രി വന്ന് എടുക്കുകയാണെങ്കിൽ ശരി എടുത്തോ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ ആ രീതിക്കുള്ള സംസാരം കണ്ടപ്പോൾ ചാടി അകത്ത് കയറി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇടുപ്പിൽ നിന്ന് വാൾ ഊരിയെടുത്ത് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഡ്രസ്സെല്ലാം കീറി ആക്രമിക്കാൻ ശ്രമിച്ചു. പുറത്ത് നിന്നവൻ ആക്രമണം നടക്കുന്നു എന്ന് കണ്ടപ്പോൾ പുറത്തുനിന്ന് കല്ലെടുത്ത് വീടൊക്കെ ഗ്ലാസ് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചു. അകത്ത് കയറി എൻ്റെ വീടിനുള്ളിൽ കിടന്ന കസേരകളൊക്കെ നശിപ്പിച്ചു, വലിച്ചു വാരിയിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ തടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്നെ പിടിച്ച് വലിച്ച് താഴെ തള്ളിയിട്ട് ഞാൻ ഒച്ച വയ്ക്കുന്നുള്ള രീതിയായപ്പോൾ ഇറങ്ങിപ്പോയി. എപ്പോഴായാലും നിൻ്റെ മോളെയും നിന്നെയും ഞങ്ങൾ എടുക്കും, അവനെ കിട്ടിയില്ലെങ്കിൽ. എനിക്കൊരു മോൾ കൂടിയുണ്ട്, മോളെയും നിന്നെയും എടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ്, തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. കൃത്യമായിട്ട് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി വധശ്രമത്തിന് വേണ്ടി തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഇത്തരത്തിലാണ് ഇങ്ങനെയാണ് സംഭവം നടന്നത്. ആ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ പകലങ്ങനെ വീട്ടിലാരും ഉണ്ടാവാറില്ല. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി, മോന് സ്ഥലത്തില്ല, മോള് ലീവ് കഴിഞ്ഞ് ഇന്നലെ പൂനെയിലേക്ക് പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. വളരെ ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ്. ആ വധശ്രമം നടന്നു എന്ന് തന്നെയാണ് ചന്ദ്രലേഖ പറയുന്നത്. ചന്ദ്രലേഖയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി, വാൾ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി, വസ്ത്രങ്ങളടക്കം കീറി, അതുപോലെ തന്നെ ഭീഷണി സന്ദേശം പറയുകയും ഒപ്പം തന്നെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വീടിൻ്റെ ജനാല ചില്ല് വരെ തകർത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ കസേരകളടക്കം അകത്ത് വലിച്ച് ചിതറിയിട്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. 3-അംഗ സംഘമാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹേമന്ത് കാപ്പ കേസിലെ പ്രതിയാണെന്ന് കൂടിയാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സംഭവത്തിൽ മലയൻകീഴ് പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. ഹേമന്തുമായി ബന്ധപ്പെട്ട് മകനുമായി, അതായത് ചന്ദ്രലേഖയുടെ മകനുമായി ഉത്സവ സമയത്ത്, മലയൻകീഴ് നടന്ന ഉത്സവ സമയത്ത് ചന്ദ്രലേഖയുടെ മകളുടെ വീഡിയോ എടുക്കുന്ന സമയത്ത്, നൃത്തങ്ങൾ ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് സഹോദരൻ എന്ന നിലയിൽ ഇടപെടുകയും ആ ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല, തൻ്റെ സഹോദരിയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ഹേമന്തിനോട് ചന്ദ്രലേഖയുടെ മകൻ പറയുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇതിൽ നാട്ടുകാരടക്കം ഇടപെട്ട ഒരു സാഹചര്യമുണ്ട്. ആ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വീട് കയറിയുള്ളൊരു ആക്രമണം, വധശ്രമം നടത്തിയിരിക്കുന്നു എന്നാണ് ചന്ദ്രലേഖ പറയുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ചന്ദ്രലേഖ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇനിയും ഇവർ ആക്രമണവും അല്ലെങ്കിൽ ഭീഷണി സന്ദേശവുമായി വീട്ടിലേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. ഹേമന്തിൻ്റെ ഇത്തരം ഒരു പ്രവൃത്തിയിൽ നാടാകെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നിരവധി പേര് ഒരു പ്രദേശത്ത് കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 നടന്നൊരു സംഭവമാണ്. ആ വിവരം അറിഞ്ഞ് നാട്ടുകാരടക്കമുള്ളവർ വരുന്നുണ്ട്. ഒരു സ്ത്രീ എന്നതിലുപരി ഒരു ജനപ്രതിനിധി കൂടിയാണ് മലയൻകീഴ് അണപ്പാട് മെമ്പർ, അതായത് വാർഡ് മെമ്പർ കൂടിയ ചന്ദ്രലേഖയ്ക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ചന്ദ്രലേഖ പറയുന്നത്.